പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പോറിങ് ഔട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാത്തിരിപ്പ് ദിവസങ്ങളിൽ എന്തിനാ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. 2 ദിവസങ്ങൾ അത് തന്നെയാണ് ഞാൻ. എന്തിനാണ്? ദൈവം പറഞ്ഞു, പുത്രൻ തമ്പുരാൻ പറഞ്ഞു യെരൂശലേമിലിരിക്കണം, ഇറങ്ങും പോയേക്കല്ല. അവിടെ ഇവിടെ ഓടി നടന്ന ശിഷ്യന്മാർ, ഒരാൾ കുറച്ച് പേര് വെള്ളത്തെ പോയി, കുറച്ച് പേര് എമ്മോസിലോട്ട് ഓടിപ്പോയി, അവിടെ ഇവിടെ ഓടിപ്പോയി, അവരെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് യെരൂശലേമിൽ തന്നെ ആക്കി. അവരിപ്പോൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. കാരണം കർത്താവ് പോകുന്ന സമയത്ത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവർ യേശുവിനെ നേരിട്ട് കണ്ടു. ഇനി ഈ ഭൂമിയിലല്ല, കർത്താവ് മുകളിലോട്ട് പോയി തൻ്റെ ആത്മാവ് വരുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. എത്ര പ്രാവശ്യം യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെ അടുക്കൽ വന്ന് എന്നെ വിശ്വസിക്കുക. ഇനി കർത്താവ് പറഞ്ഞു, യോഹന്നാൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, പിതാവിൽ വിശ്വസിക്കുക. അത് കഴിയുമ്പോൾ ഭർത്താവ് പിന്നെ പറയും, എന്നിലും വിശ്വസിക്കുക. പിതാവും പുത്രനും ഒന്നായിട്ട് കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്കെല്ലാം വികട ബുദ്ധിയാണ്. അപ്പം നമുക്ക് ഇവരോടൊന്നും ആർഗ്യൂ ചെയ്തേ എനിക്ക്. ദീസ് ആർ പേഴ്സണൽ റെവലേഷൻസ് ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഈ മാനുഷിക ബുദ്ധി കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ നോക്കി ഒക്കത്തില്ല. അവരോടൊന്നും ആർഗ്യൂ ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ ഉള്ള ആത്മാവുള്ളവർക്കറിയാം ആത്മാവുണ്ടെന്ന്. അതൊരു വലിയ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാം. പക്ഷെ അതൊരു വലിയ ഭാഗ്യ പദവിയാണ്. ചില ഒരു സാഹചര്യത്തിലും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളങ്ങോട്ട് എന്നേച്ചോർ നടക്കും. പല കാര്യങ്ങളും എൻ്റെ ഭവനത്തിൽ ഒരിക്കലും നടക്കത്തില്ല. ഞാൻ പറയും നടക്കുമെന്ന് ഞാൻ പറയും. എനിക്ക് വേറൊരു ഉള്ളിലൊരു ആത്മശക്തിയാണ്. പ്രശ്നത്തിൻ്റെ നടുക്ക് എത്ര മരണത്തിൻ്റെ മുൻപിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവം ഭൂമിയിൽ നിർത്തിയിട്ടുണ്ട്. എത്ര ശത്രു നമുക്ക് നേരിട്ട് കണ്ട് അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ ഇന്നുവരെ നടത്തി. അതായത് നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ, വീണാല് എല്ലാം ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന് എത്ര നന്ദി വേണം. വീഴാഞ്ഞിട്ടാണ്, വീഴുന്നുണ്ട്, ബട്ട് നെവർ. ആ ദൈവത്തിൻ്റെ ശക്തിയുടെ വചനം പലപ്പോഴും ഈ വചനാടിസ്ഥാനത്തിൽ നിൽക്കുന്ന, ആത്മാവിൽ നിൽക്കുന്നവർക്ക് ഒരു ഉൾബലവും ഒരു പുറത്തെ ബലവും ഉണ്ട്. അത് ദൈവം ഇട്ടു തരുന്ന. അല്ലാത്തൊരു ചിലർ ചോദിച്ചു വാങ്ങിക്കും കേട്ടോ, കഷ്ടത ചോദിച്ചു വാങ്ങിക്കുന്ന ചിലരെ എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ്. എനിവേ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പറയുമ്പം പെന്തക്കോസ്തിൽ നമ്മൾ അഭിഷേകം കണ്ട് 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. എവിടെയാണ്? അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഇരുത്തിയതാരാ? യേശു തന്നെയാണ്. അവിടെ ഇവിടെ ഓടിപ്പോയതിനൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. അതായത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, വരാൻ നേരത്ത് എന്തെങ്കിലും കോഴി ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ കോഴിയുടെ തള്ള പൊന്നെ അതിൻ്റെ ഒരു ജാഗ്രത കാണണം. ഈ പരുന്തിനെ അതിട്ടുകൊണ്ട് പേടിപ്പിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കും എവിടെ നിന്ന് ഈ ശക്തി. ഒരെണ്ണം മാറി നിന്ന് അതിനെ കൂടെ കൊണ്ടുവന്ന് ചിറകിൻ്റെ അടി ഇരുത്തി കഴിയുമ്പോൾ അവിടെ ഒരു ഇരിപ്പിരിക്കും. അത് പിന്നെ അതിനെ മാറ്റാനൊക്കത്തില്ല. എന്നെ ഒരു ചെറിയൊരു ബേർഡ് അത്രയും ശക്തി കാണിക്കുന്നു. അത് ദൈവം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കെന്തുകൊണ്ടത് മാറിപ്പോകും? നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റൊക്കെ അങ്ങ് പോയി. മനുഷ്യനങ്ങ് സ്വാർത്ഥമായി പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ സ്വഭാവം മാറുന്നില്ല. യേശുക്രിസ്തു എല്ലാ ശിഷ്യന്മാരെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ ഇത്ര പേരുണ്ട്, 120 പേര് ഇരിപ്പുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അവരനുസരിച്ചിപ്പോൾ പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന്, നമുക്കറിയത്തില്ലത്, സഡൻലി ദർ ഇസ് എ ചേഞ്ച്. സഡൻലി ഇപ്പോൾ സംഭവിക്കണം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, സ്വർഗം തുറക്കുമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ നെഞ്ചുരുകി വേദനിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും എൻ്റെ കർത്താവ് ഇന്ന് നമ്മുടെ നെഞ്ചെ തന്നെ ഇങ്ങനെ തുറന്നിങ്ങനെ കർത്താവ് കാണിക്കും. കാരണം പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവിടെ കാണുന്നത് കർത്താവ് തിരുവത്താഴത്തിന് ഒന്നിച്ച് പത്രാവും ശിഷ്യൻ കൂടി ഇരിക്കുന്ന ആ ഒരു പിക്ചർ നമ്മുടെ നെഞ്ചിനകത്തിരിക്കുന്നത് കാണും. കാരണം എന്താ? അവൻ മാറിയിട്ടില്ല, അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ദിസ് ഈസ് ആത്മാവാണ് സംസാരിക്കുന്നത്. ആ ഒരു ഉന്നത പദവിയുള്ള മക്കളാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ സത്യത്തിൽ ഈ ഉന്നത പദവിയിൽ ഇരിക്കേണ്ടിവർ പലപ്പോഴും മലയുടെ മേളിലും അവിടെ ഇവിടെയൊക്കെ വെറുവരി ഇലയിട്ട് എച്ചിൽ നിന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എന്നെ കാണിക്കും. സങ്കടമാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ആത്മാവ് വരുമ്പോൾ ഈ വിവേകത്തിൻ്റെ ആത്മാവ് ഇട്ടുകൊടുക്കണം. അതുകൊണ്ട് ഒരു വ്യക്തിയെയും കുറ്റം പറയാതെ എവിടെയാണ് എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞതെന്ന് മനസ്സിലാക്കി വചനാടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുക. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. വീട് മുഴുവനും നിറയ്ക്കണം. ശരീരം മുഴുവനും ആത്മശക്തിയിൽ വരണം. കുടുംബം മുഴുവനും പരിശുദ്ധാത്മാവിൽ നിറയണം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ ഇപ്പം
നമ്മളൊരു അഗ്നിജ്വാല പോലെ പിളർന്ന നാവ് ഓരോ വ്യക്തിയുടെ മേലും പതിയണമെങ്കിൽ 120 പേരിയ്ക്കുന്നെങ്കിൽ 120 അഗ്നിനാവേ ഇറങ്ങിയിട്ടുള്ളൂ, 121 വന്നിട്ടില്ല. ടൈലേർഡ് എന്ന് പറയും. അതായത് എന്നിൽ ആ തീയുടെ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പിളർന്നത് അകത്തോട്ട് കയറി കഴിയുമ്പം എന്നിലുള്ള വിഘടത മുഴുവനും മാറി. ഒരു പ്രവാചകൻ പറയുന്നത് കേട്ടു, ഇല്ല പാമ്പിൻ്റെ നാവിന് മാത്രമേ പിളർപ്പുള്ളത്. ആ പിളർപ്പ് മാറ്റാൻ വേണ്ടി ഇപ്പം തീ പോലെ അഗ്നിനാവ് വന്നിട്ട് അകത്തുള്ള ദുഷ്ടനെ എല്ലാം അടിച്ചു മാറ്റി വെച്ച് നമുക്ക് ഏകഹൃദയം ഇട്ട് തരുന്ന ദൈവം. കറക്റ്റല്ലേ ഒരു നിലയ്ക്ക്? അപ്പം പരിശുദ്ധാത്മാവ് പിളർന്ന നാവ് പോലെ വരുമ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവികമായ സ്വഭാവങ്ങൾ എല്ലാവരിലും ഉണ്ടല്ലോ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയല്ലേ. ഈ നമ്മളിലുള്ള സ്വഭാവങ്ങൾ തീജ്വാല പോലെ കത്തും. അതുകൊണ്ട് എനിക്ക് വരുന്ന ആത്മാവ് വരുമ്പം എന്നിലുള്ള ദൈവത്തിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വരങ്ങൾ എന്നിലുള്ളത് വേറൊരാളിനും വ്യത്യാസമുണ്ട്. എന്നിൽ ഈ തീയുടെ ജ്വാല ഇറങ്ങുമ്പം എന്നിലുള്ളത് പുറത്തു വരും. അപ്പോൾ എനിക്കടുത്തും പുറത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, അവരോട് ഒരു കുശുമ്പും തോന്നണ്ട. അവർ കൂടുതൽ പറഞ്ഞെന്നോ അവർ പാട്ടുപാടിയെന്നോ നമ്മൾ വേദനിക്കണ്ട. നമ്മളെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തതായ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ തീജ്വാല പോലെ കടന്നു വന്നിട്ട് ഉള്ളിലുള്ള ആത്മാവിനെ തീ കത്തിക്കുകയാണ്. നമ്മളങ്ങോട്ട് ജീവൻ വെച്ചവരായി മാറുകയാണ്. അത് ജീവനാണ്. എന്നിട്ടുണ്ട് ഈ ഡെലിവറൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മൾ ഈ വേദപുസ്തകത്തിൽ തന്നെ ഉറങ്ങി മരിച്ചു കിടക്കുന്ന എഴുന്നേൽക്കുമ്പോൾ ആദ്യം അവർക്ക് ഭക്ഷണമാണ് വേണ്ടത്. ബിക്കോസ് ദേ നീഡ് സ്ട്രെങ്ത് എല്ലാം അങ്ങ് പോയി. ഇപ്പോൾ പരിശുദ്ധാത്മാ ഉള്ളിലേക്ക് വരുമ്പം നമ്മൾ റെഡിയാണെങ്കിൽ ഈ തിജ്വാല പോലെ നമ്മുടെ മേലേക്ക് ആത്മാവ് ഇറങ്ങി വന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് പ്രത്യക്ഷം അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധ, ഒരാൾ പോലും മാറിയില്ല. കർത്താവേ മനസ്സുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരും മക്കൾ എല്ലാവരും ഒന്നിച്ച് നമ്മൾ കൊണ്ടുവന്ന് നിർത്തുന്നു. അവരെവിടെയായാലും ആത്മാവ് കേൾക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷ എന്ന് പറയുമ്പോൾ സ്വർഗീയ ഭാഷയാണ്. 18 ഭാഷക്കാർ അവിടെ ഉണ്ടായിരുന്നു ചിലർ പറയുന്നു. ഈ ഭാഷക്കാരെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുത്തു. ഇതൊരു വളരെ, അതായത് ഓരോരുത്തരിലും അവരവരുടെ സ്വഭാവത്തിനും മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവരവർ മനസ്സിലാക്കുന്ന ഭാഷയിൽ ഭാഷ പറയത്തക്ക വിധത്തിൽ തുടങ്ങിയെന്ന് പറയുമ്പം അത് ദൈവത്തിൻ്റെ മഹാശക്തിയല്ലേ? ഈ സ്വർഗീയ ഭാഷ എൻ്റെ അമ്മയും ഞാനും കൂടെ പ്രാർത്ഥിക്കും പലപ്പോഴും കണ്ട്. എൻ്റെ അമ്മ മലയാളത്തിൽ തന്നെ ആത്മാവിലായിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചോദിക്കും എന്ത് പറയും, ഞാൻ എന്താ പ്രാർത്ഥിച്ചത്? മലയാളത്തിൽ തന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റുകളേ അല്ല അമ്മ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം അന്യഭാഷ ഏത് ഭാഷ എന്നുള്ളതല്ല, ദൈവികമായ സ്വർഗീയ ഭാഷ നമ്മുടെ മേൽ വരുമ്പം സ്വർഗം തരുന്ന പൊരുളുകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വീണിട്ട് നമ്മൾ ദൈവം പറയുന്ന ഭാഷയിൽ സംസാരിക്കും. അതേത് ഭാഷയാണെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അന്യഭാഷ തന്നെ 3 തരത്തിലുണ്ട്. പക്ഷെ ഇവിടെ അവനവൻ മനസ്സിലാക്കത്തക്ക വിധത്തിൽ, അതായത് സ്വർഗത്തിൻ്റെ രഹസ്യം ഇവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ പ്രായമാണ്, അവരുടെ ചെറുപ്പം കൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ വ്യർത്ഥമാക്കി മാറ്റിയേച്ച് ഇവിടുന്ന് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള ദൈവവചനം അയക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സ്വർഗീയമായ ആത്മാവിൻ്റെ നിറവിൽ സ്വർഗീയ ഭാഷയായിട്ടത് കടന്നു ചെന്ന് അവരുടെ മേൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ചെന്ന് വീഴട്ടെ എന്ന് പറഞ്ഞ് സംഭവിക്കും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അയക്കുകയാണ്. അതാണ് അഭിഷേകം. അഭിഷേകത്തിൻ്റെ പുഷ്ടിയാണ് മുഖം ഒടിക്കുന്നത്. ഈ ദിനംപ്രതി അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഈ ദിനംപ്രതി അപ്പം നമ്മൾ ഈ ഓരോ ദിവസവും ഓരോ ലെയറായിട്ടാണ് നന്മയും തിന്മയും ഉണ്ടാകുന്നത്. പെട്ടെന്നൊന്നല്ല. അത് നമ്മൾ നന്മ അടിച്ച് അഴുക്കിനെ മാറ്റി ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരം മുഴുവൻ നന്മ കൊണ്ട് നിറയ്ക്കണം. അതേപോലെ തിന്മയ്ക്കും ഒരു ദിവസം കൊണ്ടല്ല ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നത്. പല പ്രാവശ്യം ആലോചിച്ച് തീരുമാനമെടുത്തിരും. അതിൻ്റെ ഇടയ്ക്ക് ആരും ഒരു ദിവസം കൊണ്ടല്ല ഒരു മനുഷ്യൻ സൂയിസൈഡ് ചെയ്യുന്നത്. പല പ്രാവശ്യം ചിന്തിച്ചിട്ടാണ്. ആരെങ്കിലും ഇടയ്ക്ക് വന്നത് വെട്ടിമാറ്റാത്തത് കഷ്ടമാണ്. നിരന്തരം വചനം അയക്കാൻ പഠിക്കണം. അന്യഭാഷ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയമാണ്. ഇത് സ്വർഗീയ ഭാഷ ദൈവം തരുന്ന ഭാഷയാണ്. അതിനെ ദൈവം അയച്ചു തന്നു എങ്കിൽ അതിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുന്നത് ശരിയാണ്. പബ്ലിക്കായിട്ട് പറയുമ്പം പറയുന്നുണ്ട്, കൊരിന്ത്യനകത്ത് പറയുന്നുണ്ട് 12
14 ഈ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ വരങ്ങൾ ഓരോരുത്തർക്ക് അയക്കുമ്പോൾ അത് ചിലർ പറയും, പലർ ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്നാൽ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. 3 തരത്തിൽ ക്ലിയറായിട്ട് വേദപുസ്തകത്തിൽ വേറെ കാണുമ്പോൾ എനിക്ക് 3 എണ്ണം അറിയാം. അപ്പോൾ ഈ ദൈവം ഞാനീ പറയുന്നത് ഈ നമുക്കൊരു അന്യഭാഷ വരുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള ഭാഷയാണ്. അത് പബ്ലിക് ഭാഷയല്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ എന്ന് അന്യഭാഷ പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു വരി, ഒറ്റ വരി ആത്മാവിൽ പറയുന്നതാണ്. അത് ആത്മാവിൻ്റെ നിശ്ചയമോ തീരുമാനമോ അല്ലെ എഡിക്റ്റോ അല്ലെ ഓർഡറോ പുറത്ത് വരികയാണ്. അന്നേരം നമ്മൾ തടുത്ത് നിന്നിട്ടൊന്നും കാര്യമില്ല. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, കഴുതയെ കൊണ്ടുപോലും പറയിപ്പിച്ചായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ സാധിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കൊരു ചേഞ്ച് വരും. നമ്മുടെ ടങ്ങിന് വ്യത്യാസം വരും. നമ്മുടെ നാവ് മാറിയേക്കത്തുള്ളൂ. ഈ നാവ് ഇതുവരെ അധമമായതും അശുദ്ധമായതും ദൈവത്തിന് വിപരീതമായിട്ടും അവിശ്വാസത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന നാവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ അത് സാധിക്കും, അത് നടന്നിരിക്കുന്നു എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള കണക്ഷൻ എല്ലാം ഈ പരിശുദ്ധാത്മ അയക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൈവവും ഞാനുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയൊക്കെ മുകളിലോട്ട് പോകുന്നു, പക്ഷെ ഒന്നിനും ഉത്തരം വരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പ്രാർത്ഥനയായിരുന്നാവേ? പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കുക, ദിനം പ്രതി പ്രാർത്ഥന. ഒരു വരമാണ് നമുക്ക് ഈ പ്രാർത്ഥിക്കാനുള്ള കൃപ തരുന്നത്. അപ്പോൾ എന്നെ കർത്താവ് ഒരു ദർശനം കാണിച്ചെന്ന് ക്ലിയറായിട്ട് പറഞ്ഞു. ഒരു പൈപ്പാണ്, ഇത്ര വണ്ണമുള്ള ഒരു പൈപ്പാണ്. ആ പൈപ്പ് മുകളിൽ ഇങ്ങനെ ഉണ്ട് പ്രാർത്ഥന. പക്ഷെ അതിൻ്റെ മേളിൽ വെച്ചത് കുറച്ച് ഭാഗത്ത് കൊറോടി, അതായത് തുരുമ്പിച്ചാകുന്ന മാറിയിരിക്കുക. അതുകൊണ്ട് അവിടുന്ന് മേളിൽ നിന്ന് ഉത്തരം അയക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് പകർന്ന് വല്ലയിടത്തും പോവുക. ക്ലിയർ കറക്റ്റായിട്ട് ഞാൻ അയക്കുന്ന പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം തരുന്നുണ്ട്. പക്ഷെ വല്ലോനും അതിൻ്റെ അനുഭവം അനുഭവിക്കുക. അപ്പോൾ ഞാനത് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് കർത്താവേ, ഫലം വീട്ടിനകത്ത്. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ഫലം വീട്ടിനകത്ത് നീ കൊണ്ടുതരണം. എന്നാൽ ഞാൻ ക്ലിയറായിട്ട് അന്ന് കണ്ടത് കർത്താവ് ആ ഭാഗം അങ്ങോട്ട് ഇറോഡ് ചെയ്തിരിക്കുന്നത്, അതായത് തുരുമ്പിച്ച ഭാഗം കണ്ടിച്ച് കളഞ്ഞേച്ച് കർത്താവിൻ്റെ കൈ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. വേറെ വന്ന് അവിടെ ഫിറ്റ് ചെയ്ത് എൻ്റെ അടുക്കിലേക്ക് ഉത്തരം ധരിപ്പിക്കുന്നു. എന്താ ഈ ദൈവം കേൾക്കത്തില്ലേ? നമ്മുടെ ഭവനത്തിനകത്ത് സംസാരിക്കത്തില്ല, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കത്തില്ല. ഇത്ര കാലം കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്തെല്ലാം തരത്തിൽ വന്നിട്ടും ജീവനോടെ നിർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി ആരെവിടെ എന്ന് ചോദിക്കാനുള്ള ആത്മാവ് തരുന്നത് പരിശുദ്ധാത്മാവിലാണ്. കർത്താവിനോട് ചേർന്നിരിക്കുക. ഈ പരിശുദ്ധാത്മാവില്ലാതെ ഒരു ജീവിതമില്ലെന്നേ. ഇതിന് എത്രമാത്രം ഈ ആത്മാവിൻ്റെ ഈ ഒരു തീഷ്ണതയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോകം അതുപോലെ ആത്മാവിൽ നിന്ന് മാറുകയാണ്. കാണുന്നത് മാത്രം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പം കിട്ടിയില്ലെങ്കിൽ, ഇപ്പം എനിക്കിത് കിട്ടിയില്ല എനിക്കാണ്. അതല്ല, ചില പുരുഷന്മാർ സ്ത്രീകളെ സ്നേഹിക്കും. അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് മുഖത്ത് കൊണ്ടൊഴിക്കുക, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക. ചില അമ്മയപ്പന്മാർ മക്കളെ ഉപദ്രവിക്കുക, അമ്മമാർ മക്കളെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലുക. ഇതൊക്കെ സാധാരണമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ. ദൈവം ഒരു ജീവൻ്റെ ആത്മാവല്ലേ, സൃഷ്ടിയുടെ ആത്മാവല്ലേ. കർത്താവ് സൃഷ്ടിച്ച് എന്തിനെങ്കിലും നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിന്മ അതുപോലെ ഓപ്പോസിറ്റാണ്. നന്മ തിന്മ എന്തെന്നറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച നാൾ തൊട്ട് മനുഷ്യൻ നാശത്തിൻ്റെ തീരുമാനം എടുക്കുന്നു. ബാബേൽ ടവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കത് നിർത്തിയേച്ച് തിരിച്ചു പറഞ്ഞു ഒരു പാപബോധം നീതിബോധത്തോടെ നിലനിൽക്കുന്ന ആത്മാവിലേക്ക് എന്നെ എൻ്റെ കുടുംബത്തെ കൊണ്ടുവന്ന് നിൻ്റെ തണലിൽ നിർത്തി വളർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഉന്നതൻ, അത്യുന്നതൻ, അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മൺപാത്രത്തിനകത്തോട്ട് ഇറങ്ങി വന്ന് വസിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇത്ര നാൾ താമസിച്ചത് ഞങ്ങളുടെ അറിവില്ലായ്മയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജഡീക ശക്തികളാണെങ്കിൽ അതിന്, അല്ലെ ദുഷ്ടൻ്റെ ശക്തി അഴിഞ്ഞു പോട്ടെ പച്ച, പകരം ഞങ്ങളെ തന്നെ വീണ്ടും കഴുകി ശുദ്ധീകരിച്ച് നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. പ്രാവശ്യത്തെ പെന്തക്കോസ്തിൻ്റെ ദിവസങ്ങളിലുള്ള ശുശ്രൂഷയിൽ ദൈവികമായ അധികമായ ഒഴുക്ക് കർത്താവേ, യോർദാൻ കവിഞ്ഞൊഴുകുന്നത് പോലെ ഒഴുകാൻ നിനക്ക് കഴിയുക. കനാൻ ദേശത്തേക്ക് നിൻ്റെ ആത്മാവിനെ പകർന്നതുപോലെ, മരുഭൂമിയിൽ ജീവ ഉറവ ഒഴുക്കിക്കൊടുക്കുന്നത് പോലെ, വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി വാ തുറന്നിരിക്കുന്നത് പോലെ ദൈവമേ, ആകാംക്ഷയോടെ പ്രാർത്ഥിപ്പാനുള്ള ഹൃദയം ഇട്ട് തരണം. നിന്നിലേക്ക് വസിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക്. നീയാണ് ഞങ്ങളുടെ എല്ലാമെന്ന് മനസ്സിലാക്കി അല്പകാലമെങ്കിലും പൂർണ്ണമായിട്ട് നിന്നെ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെയും തലമുറകളെ അനുവദിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്രയോ ചെറിയ സമയം
ആ സമയത്ത് നിന്നിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയിട്ട് ഈ വചനം അയക്കുമ്പോൾ ഈ വചനം ചെന്ന് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അത് കഴിയുമ്പോൾ, ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മ വരുമ്പോൾ അടുത്ത പ്രവൃത്തി പുറത്തോട്ടിറങ്ങി വചനം പറയാൻ തുടങ്ങും. ഗോ ആൻഡ് ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. വചനം കൊടുക്കുക. അതാണ് ഭക്ഷണം. മനുഷ്യൻ ഭക്ഷണം കഴിച്ച് അസുഖം വരുത്തുന്നതിന് പകരം ദൈവവചനമാകുന്ന ഭക്ഷണത്തിലേക്ക് ഒരു പ്രത്യേക വാഞ്ച നമ്മുടെ തലമുറകൾക്കും മക്കൾക്കും ഭർത്താക്കന്മാർക്കും. വചനമാണ് ശക്തി, വചനമാണ് ജീവൻ, വചനമാണ് ദൈവം, ദൈവം വചനമാണ് എന്നുള്ള സത്യം ഈ ഒരു പെന്തക്കോസ്തിൽ മനസ്സിലാക്കിച്ചു തരണം. ആചാരങ്ങളിലേക്ക് പോകാതെ ആത്മാവിൻ്റെ നിറവിലേക്ക് നിർത്താൻ ഞങ്ങൾക്ക് കണ്ണുകളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും അവിടെ നിന്നാണോ വസിക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവിടെ ഞങ്ങളെ രണ്ടായിട്ട് പിളർന്ന് എവിടെയെങ്കിലും ബലഹീന സ്വഭാവങ്ങളോ ദുഷ്ടനോ ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റി വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് രക്തത്താൽ വീണ്ടെടുത്ത് ഞങ്ങളെ നിൻ്റെ ആത്മാവിൽ നിറയ്ക്കണമേ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.